പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാളുകളായി നമ്മുടെ സോഷ്യൽ മീഡിയകൾ നമ്മുടെ കയ്യിൽ നിന്ന് അതിരുവിട്ടു പോകുന്നു എന്ന് തോന്നുകയാണ്. കാരണം എന്ത് തോന്നിവാസവും എന്ത് മോശത്തരവും വിളിച്ചു പറയാം എന്നൊരു പ്ലാറ്റ്ഫോമാക്കി പലരും നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടെത്തുകയാണ്. അത് ഏത് രീതിയിലായാലും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയുടെ മതസ്പർദ്ധ വളർത്താനും വർഗീയത വളർത്താനും ഒക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. ഇതിനെന്തുകൊണ്ടാണ് ഗവൺമെന്റ് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ണടച്ച് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇതൊക്കെ പരിശോധിക്കുന്നവർ കണ്ണടച്ച് കളയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത്രമേൽ എന്തിനേറെ നമ്മളൊരു പൊതുസമൂഹത്തിൽ പറയേണ്ടിയുള്ള വാക്കുകളല്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പറയേണ്ട പോലും വാക്കുകളല്ല എന്ന് പലരും സോഷ്യൽ മീഡിയ എന്ന എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്നു പറയുന്നത്. അതിൽ ഏറ്റവും വിഷമം തോന്നുന്നത് വർഗീയമായ പരാമർശങ്ങൾ, മതങ്ങൾക്കിടയിൽ എന്തിനേറെ വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ അകറ്റിക്കളയുന്ന മതസ്പർദ്ധകൾ വളർത്തുന്ന തരമുള്ള പല വർത്തമാനങ്ങളുമാണ് അനുദിനം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയുള്ള ചില പേരുകളുണ്ട്. ഞാൻ എല്ലാവരെയും എടുത്തു പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ല. ചില ആളുകൾ അവരുടെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എടുത്തു നോക്കേണ്ടത് ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഏത് സംഘടനക്കാരാണ്, ഏത് ചിന്താഗതിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അറിയാം, ഒരു മാങ്ങാത്തൊലിയും അറിയാത്ത ഒരുത്തനാണ് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന വ്യക്തി. കാരണം ഒരു യൂട്യൂബ് എടുത്തു വെച്ച് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫോൺ എടുത്തു വെച്ച് ഇരുന്നിട്ട് വായി തോന്നുന്ന അങ്ങോട്ട് വിളിച്ചു പറയണം. അവൻ എന്ത് തോന്നുന്നു അതൊക്കെ വിളിച്ചു പറയണം. അവൻ എന്താണ് പറയുന്നത് എന്ന് ഒരു ബോധം എന്ന് പറയുന്ന സാധനം അവനില്ല. ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സിറാജുദ്ദീൻ കാസിമിയെ കുറ്റം പറയുന്ന ഒരു വീഡിയോ. അതിപ്പോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. കാരണം എന്താണ് പറയുന്നതെന്ന് അവന് പോലും അറിയില്ല. ആ തരത്തിലാണ് ഒരു ഫസൽ കാരാട്ട്. അവൻ ചെയ്യുന്ന വീഡിയോ കാണണം. ഓരോ ദിവസവും ഇസ്ലാമിനെ വേറൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്കറിയാം വയനാട് ദുരന്തത്തെ കുറിച്ച് എല്ലാ ആളുകളും, കാരണം ആ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിന്റെ ഇതേവരെ കാണാൻ കഴിയാത്ത, നൂറ്റാണ്ടിൽ ഇതേവരെ നാം കാണാത്ത ഒരു ദുരന്തമായിരുന്നു. ഒരുപാട് പേര് മരണപ്പെട്ടു പോയ ദുരന്തം. ആ ദുരന്തം നടക്കുന്ന സമയത്ത് പോലും കേരളത്തിലുള്ള എല്ലാ ആളുകളും ദുഃഖാന്തരമായ ഹൃദയത്തോടുകൂടി നടക്കുന്നവര് വല്ലാത്തൊരു സമയമാണ്. ആ സമയത്ത് പോലും പൈസ കിട്ടുന്നതിന് വേണ്ടി, അവന്റെ കുമ്പ വിറപ്പിക്കുന്നതിന് വേണ്ടി അവൻ ചെയ്ത വീഡിയോകൾ നമുക്ക് പോയി കാണുന്നത് നല്ലതാണ്. കാരണം ഇവന്റെ വീഡിയോ കാണാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഈ തരത്തിലുള്ള വീഡിയോകളാണ് ഫസൽ കാരാട്ട് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് കടന്നു വരുന്നത്. ഒരു പൊതുബോധമില്ല, അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല ഇങ്ങനെ ഒരുത്തൻ. അതുപോലെ മറ്റൊരു ആരിഫ് ഹുസൈൻ. എന്താണ് ആരിഫ് ഹുസൈൻ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിനെ മാത്രം തേജോവധം ചെയ്യുന്നതിന് വേണ്ടി എന്തിനേറെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രാഹുൽ ഈശ്വറുമായിട്ടുള്ള ഒരു സംവാദം നമുക്ക് കാണാൻ ഞാൻ ഇടയ്ക്ക് കണ്ടു. ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോ മൂപ്പനാൻ കൊഞ്ഞണം കുട്ടിയിട്ട് ഓടുന്ന പരിപാടിയാണ്. അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. അദ്ദേഹം സ്വയമായിട്ട് ഞാൻ വലിയ വ്യക്തിത്വമാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ എന്തിനേറെ ഒരു അടിസ്ഥാനരഹിതമില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവുകൾക്കുള്ളിൽ അദ്ദേഹം ഇരുന്നിട്ട് അങ്ങോട്ട് വിമർശിക്കാണ്. പിന്നെ ആരെങ്കിലും അദ്ദേഹത്തിന് ഒരു മറുപടി പറയാൻ പോയാലോ ആ പോകുന്നവന് നാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ആരും പോകാറില്ല. കാരണം ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, വിമർശിക്കേണ്ടത്. അപ്പൊ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് ഉറപ്പുള്ളവരോട് മാത്രം സംവാദം നടത്തിയിട്ട് കാര്യമുള്ളൂ. അതല്ലാതെ ഞാൻ മാത്രം വിജയിക്കണം, ഞാൻ നിൽക്കുന്ന ഭാഗമാണ് ശരി എന്ന് ചിന്തിച്ചിട്ട് എന്ന ഒരു ചിന്താഗതിയോടെ വരുന്നവന്റെ മുന്നിൽ നമ്മൾ എന്ത് സംവാദം നടത്തിയിട്ടാണ് സഹോദരങ്ങളെ കാര്യങ്ങളുള്ളത്? അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പാവങ്ങൾ വരും, അവനെ എടുത്തു വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവര് അലക്കുകയാണ്. എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് മോശമായ രീതിയിൽ ഇതിനേറെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ വരെയൊക്കെയാണ് ആരിഫ് ഹുസൈന്റെ സംഭാഷണം. ഇത് എവിടം വരെ പോകുമെന്നറിയില്ല. നല്ല പ്രകൃതി സുന്ദരമായ കേരളത്തിനെ ഇതുപോലെയുള്ള കുറെ മനുഷ്യജീവികൾ ഇറങ്ങിയിട്ട് ഈ രീതിയിൽ കാണിച്ചു കൂട്ടുമ്പോൾ ഇവിടെ സ്പർദ്ധ ഉണ്ടാവുകയില്ലേ? ആരാണ് ഇതിനെതിരെ നടപടിയെടുക്കാത്തത്? കാരണം ഒരു അനുദിനം കൂടുന്തോറും അവർക്ക് അന്നം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുദിനം കൂടുന്തോറും ഒരു മതത്തെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള, എല്ലാവരും ജീവിച്ചു പോകുന്ന ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഇതുപോലെ വിമർശനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ കരിവാരിത്തേക്കുമ്പോൾ, ഇതുപോലെയുള്ളവരെ മാറ്റി നിർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ
മുന്നിലൂടെ കടന്നു പോകുന്നതെങ്കിൽ വരാനിരിക്കുന്നത് വലിയ വലിയ അപകടങ്ങളായിരിക്കും. ഇതുപോലെയുള്ളവർ ഇങ്ങനെയൊക്കെ പിറവിയെടുത്തുകൊണ്ട് ഇസ്ലാമിനെതിരെ വിമർശനം ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, കളിയാക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാകണം, എന്തെങ്കിലും ഒരു അടിസ്ഥാനം കണ്ടിട്ട് വേണം പറയാൻ. ഇതൊന്നുമല്ല, വെറുതെ ഇറങ്ങിയിട്ട് എന്തിനേറെ ചുമ്മാ അങ്ങോട്ട് അവഹേളിക്കുന്ന ഒരു സംവിധാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടം വരെയാണ് ഇതിന്റെ പോക്ക്? ഇവർ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളവരുടെ ചാനലുകൾ നമ്മൾ കാണാതെ ബഹിഷ്കരിച്ച് കളയുക. പിന്നെ കാണുന്നത് ഇവരുടെ കുറെ ആളുകൾ ഉണ്ടാകും. ഇവരെ ഒന്ന് കാണണം, എന്താണ് പറയുന്നതെന്ന് കേട്ട് ഇവരെ കൂടെ കൂടുന്ന ചില ഇനം ആളുകളല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ മറ്റാരും അംഗീകരിക്കുകയില്ല എന്നത് പരമാർത്ഥ്യമാണ്. പക്ഷെ ഇത് കുറച്ച് അധികമായി പോകുന്നു എന്ന് തോന്നുകയാണ്. കാരണം ഒരു മതത്തെ ഇങ്ങനെ അവഹേളിക്കാൻ എവിടെയാണ് കഴിയുന്നത്? ആലോചിച്ച് നോക്കിക്കേ. ഒരു മതത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, അവരവരുടെ വിശ്വാസവും അവരവര് ജീവിക്കുന്ന അവരുടെ മതത്തിൽ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാകും, അതനുസരിച്ച് ജീവിച്ചു പോവുകയല്ലേ വേണ്ടത്. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അവഹേളിക്കുകയും ഇതുപോലെ കുറ്റപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വല്ലാത്തൊരു അപകടമാണ് ഇതൊക്കെ. കാരണം മോശമായ തരത്തിലൊക്കെയാണ് അപകീർത്തപ്പെടുത്തുന്നത്. വല്ലാത്തൊരവസ്ഥ. പറയാൻ ഇവരുടെയൊക്കെ മറുപടി എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? കാരണം ഒരു മറുപടി പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് അസഭ്യമായ വാക്കുകളായിരിക്കും. ഇവർക്കൊക്കെ ഒരു നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന അസഭ്യമായ വാക്കുകൾ. പിന്നെ എന്ത് ചെയ്യാനാണ്? സഭ്യതയില്ലാതെ സംസാരിക്കുന്ന ഇവരുടെയൊക്കെ ഓരോ വീഡിയോകളും നാം പ്രത്യേകം ശ്രദ്ധിക്കുക, നാം കാണാതിരിക്കുക. ഇവരെയൊക്കെ മാറ്റിയും അകറ്റിയും നിർത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക.